മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ ഡ്രൈനേജ് നിർമ്മാണം. മലിനജലത്താൽ ദുർഗന്ധം വമിച്ചും കൊതുകിന്റെ ശല്യത്താൽ പൊറുതിമുട്ടിയും ഒരു കുടുംബം. 80 വർഷത്തോളമായി ഈയൊരു ചാൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. തിരുവാഴിയോട് ബിന്ദുരാജിന്റെ വീടിന് സമീപത്തൂടെയാണ് ചാൽ ഒഴുകിയിരുന്നത്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ നിന്നും ഒഴുകി വന്നിരുന്ന വെള്ളച്ചാലായിരുന്നു അത്. പാലക്കാട് റോഡിന് സമീപത്തായി പുതിയ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും എത്തിയപ്പോൾ വെള്ളച്ചാൽ മതിലുകെട്ടി അടച്ചു. മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ പണി പുരോഗമിക്കുന്നതിനോടൊപ്പം ഡ്രൈനേജിന്റെ പണി തിരുവാഴിയോട് ജംഗ്ഷനിലെത്തി മണ്ണാർക്കാട് റോഡിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. ഹോട്ടലുകളിൽ നിന്നും മറ്റും വരുന്ന മലിനജലം ഈ പറഞ്ഞ ഡ്രൈനേജിലൂടെ ഒഴുകി വന്ന് വീടിന് സമീപത്തായി തുറന്നുവിട്ടിരിക്കുകയാണ്. മഴ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഡ്രൈനേജിലൂടെ മലിനജലം ഒഴുകി ഇദ്ദേഹത്തിന്റെ വീടിന് സമീപത്തായി കെട്ടിക്കിടക്കുന്നു. അസഹനീയമായ രീതിയിൽ ദുർഗന്ധം വമിക്കുന്നതിനാലും കൊതുകുകളുടെ വിഹാരകേന്ദ്രമായും ഈ ഡ്രൈനേജ് മാറിയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ചാലുണ്ടായിരുന്നതാണ്. ഈ ചാല് ഇങ്ങനെ ഇതിലെ പോയായിരുന്നതാണ്. 80 വർഷത്തോളം മുന്നുള്ള ചാലാണ്. അത് ആധാരത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ വെള്ളച്ചാല്, ഈ സൈഡ് വെള്ളച്ചാല് എന്ന് എഴുതിയിട്ടുണ്ട്. ആ വെള്ളച്ചാല് ശ്രീഭദ്ര ഹോട്ടലേരൻ ബാബു എന്ന് പറയുന്ന ഹോട്ടലേരൻ അവിടെ മതിൽ കെട്ടി ബ്ലോക്ക് ആക്കിയിട്ട് കക്കൂസിന്റെ കുഴി, വേസ്റ്റ് ടാങ്ക് ഇതെല്ലാം കൂടി നിർമ്മിച്ചിട്ട് ആ സർക്കാർ സ്ഥലം, വെള്ളച്ചാലായ സ്ഥലം വളച്ചു കെട്ടി അവന്റെ സ്വന്തം സ്ഥലമായിട്ട് അവിടെ ബിൽഡിങ് പണിതിട്ട് വെച്ചിറക്കുകയാണ്. ഇതിന് പഞ്ചായത്തിൽ പരാതി കൊടുത്തപ്പോൾ, ഒരു 3 വർഷം മുന്നേ പരാതി കൊടുത്തപ്പോൾ ഒരു ലേഡി ആയിരുന്നു സെക്രട്ടറി. അവരോട് ഇതിന് നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവർ 25,000 രൂപ കൈക്കൂലി വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് ഞാൻ തരാൻ പറ്റില്ല പറഞ്ഞു. അങ്ങനെ അവർ ഇതിൽ ഇടപെടലും ഇത് പൊളിക്കാനും ഇത് പൊളിച്ചു മാറ്റാനും ഇതിനൊക്കെ ഉള്ള പറയലെല്ലാം ചെയ്തു പോയി. ഇന്നേവരെ ഒരു നടപടി എടുത്തിട്ടില്ല. അതിനുശേഷം ഒറ്റപ്പാലത്ത് RDOന് പരാതി കൊടുത്തു. RDO നേരിട്ട് വന്ന് ഇവിടെ പരിശോധിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവുകളെല്ലാം ഞാൻ തരാൻ തയ്യാറാണ്. അപ്പോൾ ഈ വെള്ളം വരുന്നത് ഇപ്പോൾ തിരുവാഴിയോട് സെന്ററിൽ കൂടെ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കി ഇവരുടെ ആവശ്യപ്രകാരം വേറെ വഴി കൂടെ, മുണ്ടൂർ തൂത വഴി കൂടെ വന്നിട്ട് ഈ വെള്ളം ഇപ്പോൾ എൻ്റെ വീട്ടിന്റെ മുമ്പിൽ അഴുക്കുവെള്ളം എല്ലാം കൂടി ഇപ്പോൾ നിലവിൽ കെട്ടി നിൽക്കുന്നുണ്ട്. ഇത്ര നാളും ദുർഗന്ധം ശ്വസിച്ചു കഴിഞ്ഞ ഇവർക്ക് എത്രയും വേഗത്തിൽ തന്നെ ഈ ദുരിതത്തിനൊരു പരിഹാരമാർഗം ചെയ്തു നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. വെള്ളം കെട്ടിനിൽക്കാതെ ഒഴുകിപ്പോകുന്നതിന് വേണ്ട മാർഗം കണ്ടാൽ മാത്രമേ ബിന്ദുരാജിൻ്റെയും കുടുംബത്തിൻ്റെയും ദുരിതത്തിന് പരിഹാരമാകൂ. ഈ ചാല് ബ്ലോക്കാക്കിയ കാരണം ഈ വേസ്റ്റ് വാട്ടർ വള്ളങ്ങൾ വരുന്നത് മുണ്ടൂർ തൂത വഴി അങ്ങനെ തിരുവാഴിയോട് ജംഗ്ഷനിൽ പോയിട്ട് അങ്ങനെ തിരിഞ്ഞിട്ട് ഈ വഴി കൂടെ വന്ന് എൻ്റെ വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അവിടെ അങ്ങനെ വേസ്റ്റ് വെള്ളം എല്ലാം ഉണ്ട്. മഴ ഇല്ലെങ്കിലും ഇവിടെ അങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട്, വേസ്റ്റ് വെള്ളമുണ്ട്. കൊതുകിൻ്റെ ശല്യം, സ്മെല്ല്, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആർക്ക് പരാതി കൊടുത്തിട്ടും യാതൊരു നടപടി എടുക്കണില്ല. പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല.